الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന്, മുഅ്മിനീങ്ങളായി മരിക്കാൻ കഴിയുന്ന വിധത്തിൽ സാലിഹായ അമലുകൾ ചെയ്ത് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കരാറുകളിൽ, ഉടമ്പടികളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. വാക്കാലുള്ള ഉടമ്പടികളും വാക്കാലല്ലാത്ത ഉടമ്പടികളും ഉണ്ട് ജീവിതത്തിൽ. ചില ഉടമ്പടികൾ ശരിയാണ്, നമ്മൾ വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതുന്ന ഉടമ്പടികളാണ്. എന്നാൽ കുറേയധികം ഉടമ്പടികൾ നമ്മൾ ചില കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേൽ വന്നു ചേരുന്ന ബാധ്യതകളാകുന്ന ഉടമ്പടികളാണ്. ആ ഉടമ്പടികൾ വാക്കുകൊണ്ട് നാം പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അതും ഉടമ്പടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ സത്യവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഔഫു ബിൽ ഉഖൂദ്. സൂറത്തുൽ മാഇദ ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാം ഇത് പറഞ്ഞുകൊണ്ടാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഉഖൂദ്, ഉടമ്പടികൾ, കരാറുകൾ പൂർത്തീകരിക്കുക, ഉടമ്പടികൾ പാലിക്കുക. സത്യവിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ലാ ദീന ലിമൻ ലാ അഹദ ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. കരാറുകളില്ലാത്ത ഒരാൾക്ക് ദീനില്ല. ഉടമ്പടികൾ പാലിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദീനില്ല. ദീനുള്ള അയാൾ ഏത് ഉടമ്പടികളും ആരുമായി ചെയ്ത ഉടമ്പടികളും പാലിച്ചിരിക്കും.
എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോടുള്ള കരാറ് പാലിക്കണമെങ്കിൽ നിങ്ങൾ എന്നോടുള്ള കരാറ് പാലിക്കണം. വൗഫു ബി അഹദി ഊഫി ബി അഹദിക്കും. എന്നോടുള്ള കരാർ നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളോടുള്ള കരാറ് പാലിക്കും. നിങ്ങൾ എന്നോടുള്ള കരാറ് പാലിക്കുക, ഞാൻ നിങ്ങളോട് കരാറ് പാലിക്കും. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. സൂറത്ത് ആൽ ഇംറാനിൽ അവസാനത്തിൽ പറഞ്ഞതുപോലെ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസ്ലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. പടച്ചവനെ, നിന്റെ പ്രവാചകന്മാർ വഴി നീ ഞങ്ങളോട് നൽകിയിട്ടുള്ള വാക്ക് നീ പാലിക്കണം. ഞങ്ങളോട് ചെയ്തിട്ടുള്ള കരാർ പടച്ചവനെ നീ പാലിക്കണം. എന്താണ് കരാർ? നിങ്ങൾക്ക് സ്വർഗം നൽകാം എന്നുള്ളതാണ് കരാർ. നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് കരാർ. സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, റബ്ബനാ വആതിനാ മാ വഅദ്തനാ, നീ ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ ഒരിക്കലും കരാറുകൾ ലംഘിക്കുന്നവനല്ല എന്ന് മുഅ്മിനീങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും. അങ്ങനെ അല്ലാഹു അവർക്ക് മറുപടി നൽകി, അവരുടെ റബ്ബ് മറുപടി നൽകി, ഒരിക്കലും ഒരാളുടെയും സൽക്കർമ്മങ്ങളെ നാം പാഴാക്കുകയില്ല. കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങളെ നാം പാഴാക്കുകയില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരുടെയും കർമ്മങ്ങൾക്ക് നാം പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി എന്ന് തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോ അല്ലാഹു പറയുന്നത്, ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാറ് പാലിക്കുക, ഞാൻ നിങ്ങളോട് ഉള്ള കരാറ് പാലിക്കും. നിങ്ങൾക്ക് സ്വർഗം നൽകാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ള കരാറൊക്കെ അല്ലാഹു പാലിക്കും. പക്ഷെ അല്ലാഹുവിനോട് നിങ്ങളും കുറെ കരാറുകൾ ചെയ്തിട്ടുണ്ട്. ആ കരാറുകൾ നിങ്ങൾ പാലിക്കണം. നമ്മുടെ ജീവിതം മുഴുവനും കരാറുകളാണ്. അല്ലാഹുവിനോട് ചെയ്തിട്ടുള്ള കരാർ, വ്യക്തികളോട് ചെയ്തിട്ടുള്ള കരാർ, കുടുംബത്തോട് ചെയ്തിട്ടുള്ള കരാർ, ഭാര്യമാരോട് ചെയ്തിട്ടുള്ള കരാർ, മക്കളോട് ചെയ്തിട്ടുള്ള കരാർ, സത്യവിശ്വാസിയോട് ചെയ്തിട്ടുള്ള കരാർ, മുസ്ലിം സമുദായം മറ്റു സമുദായങ്ങളോട് ചെയ്തിട്ടുള്ള കരാർ. ഇങ്ങനെ ഒരുപാട് കരാറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കരാറുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് എഴുതണം എന്നില്ല, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയണം എന്നില്ല. കുറെ കരാറുകളുണ്ട്. ഒരാള് വിവാഹം കഴിക്കുന്നതോടുകൂടി അയാൾ നമുക്കറിയാം ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറിന്റെ ഭാഗമാണ് അയാൾ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയ്ക്ക് അയാളുടെ ഭാര്യയായത് മുതൽ അന്നം നൽകുവാൻ അയാൾ ബാധ്യസ്ഥനാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടി ഞാനിത് സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടി ഒരു കരാറിൽ അയാൾ ഏർപ്പെടുകയാണ്. ഈ കരാറിൽ ശരിയാണ് അയാൾ പറയുന്നില്ല, ഞാൻ വിവാഹം സ്വീകരിച്ചു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ആ ഒരു സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടി അയാൾ ഒരു കുറെ ഉടമ്പടികളിൽ ഒപ്പിടുകയാണ്, കരാറിൽ ഏർപ്പെടുകയാണ്. അവന്റെ ഭാര്യയ്ക്ക് അന്നം കൊടുക്കേണ്ട ബാധ്യത അവിടെ നിന്ന് അങ്ങോട്ട് അവന്റെ ബാധ്യതയാണ്. അവനുണ്ടാകുന്ന മക്കളെ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത അവന്റെ ബാധ്യതയാണ്. അവന്റെ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുക്കേണ്ടത് അവന്റെ ഉടമ്പടിയാണ്. അങ്ങനെ ഈ കരാറൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം കഴിക്കുന്നതോടുകൂടി ഒരാൾ ഇതുപോലുള്ള ഒരു കുറെ കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നതുപോലെ ഒരാൾ സത്യവിശ്വാസിയാകുന്നതോടുകൂടി കുറെ കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി കുറെ കരാറുകളിൽ ഒരു സത്യവിശ്വാസി ഏർപ്പെടുന്നുണ്ട്. അതൊരു കരാറാണ്. ആ കരാർ പാലിക്കുവാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. ഈമാൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. ഒരാൾ ഈമാൻ സ്വീകരിക്കുന്നതോടുകൂടി ഖുർആൻ പറയുന്നത് വജാഹദു സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. ഈ ഈമാനിന്റെ ഭാഗമാണ് അയാളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു കൊള്ളാം എന്ന ഒരു ഉടമ്പടി. ഈ ഉടമ്പടിയിലേക്ക് അയാൾ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെ അയാളുടെ ജീവനും അയാളുടെ സമ്പത്തും അള്ളാഹുവിന്റേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി അയാൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെയായിരുന്നു സലഫ് സാലിഹുകൾ ഈമാനിനെ മനസ്സിലാക്കിയിരുന്നത്.
അള്ളാഹുവുമായിട്ടുള്ള ഒരു കരാറായിട്ടാണ് അവർ ഈമാനിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയുന്നത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവുമായിട്ട് അവർ ചെയ്ത കരാറുകളെ പാലിച്ചിട്ടുള്ള ആളുകളാണ്. സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറുകൾ അവർ പാലിച്ചിട്ടുള്ളവരാണ്. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ തബദ്ദലു തബ്ദീല, അവരിൽ കരാറ് പാലിച്ചു കഴിഞ്ഞവരുണ്ട്, ബാക്കിയുള്ള ആളുകൾ ആ കരാറ് പാലിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഏത് കരാറിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്? ഇവിടെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്തിറങ്ങിയത് അനസ് ഇബ്നു നളിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവുമായിട്ട് ഒരു സത്യവിശ്വാസി ഉള്ള കരാർ എന്താണ്, ആ കരാറിനെ എങ്ങനെയാണ് സത്യവിശ്വാസി പൂർത്തീകരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരായത്താണിത്. അനസ് ഇബ്നു നളിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു നളിർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷം അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യമായി ജിഹാദിന് ഒരവസരമുണ്ടായപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ, എനിക്കതിന് ഭാഗ്യമില്ലാതെ പോയി. അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ കാരണം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ആദ്യമായിട്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോടുള്ള ഒരു കരാറ് പാലിക്കുവാൻ അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചില്ല എന്ന സങ്കടത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഇനി അങ്ങനെ വല്ല സംഭവങ്ങളും ഉണ്ടായാൽ ലയറയന്നമ അസ്ന, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാം. ഇനി അങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള കരാറ് പാലിക്കാൻ ഒരവസരമുണ്ടായാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഉഹുദ് യുദ്ധം വരുന്നത്. ഉഹുദ് യുദ്ധം വന്നപ്പോ അദ്ദേഹം അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടി പാലിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഉഹുദിന്റെ രണാങ്കണത്തിലെത്തി. നമുക്കറിയാവുന്നതുപോലെ ഉഹുദിൽ ഇസ്ലാമിക ഉമ്മത്ത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും മുറിവുകളേറ്റു, മാരകമായ പരിക്കുകളേറ്റു, ഒരു കുറെ സഹാബിമാർ രക്തസാക്ഷികളായി. അപ്പൊ ഈ യുദ്ധം അതിന്റെ പരാജിതമായ അവസ്ഥയിലായപ്പോൾ പോലും, പരാജയപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് പോയി അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലാഇ, പടച്ചവനെ ഈ ആളുകൾ, എന്റെ ആളുകൾ ചെയ്ത ഈ കാര്യത്തിൽ, അവർക്ക് സംഭവിച്ച ഈ വീഴ്ചയിൽ ഞാൻ നിന്നോട് ക്ഷമയാചിക്കുകയാണ്, ഒഴികഴിവ് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നത് സഹാബികളുടെ അബദ്ധത്തെ പറ്റിയാണ്. മലയുടെ മുകളിൽ നിർത്തി ഇറങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ച റുമാത്ത്, അമ്പെയ്ത്തുകാർ, യുദ്ധം ആദ്യഘട്ടത്തിൽ വിജയിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോരുകയും യുദ്ധ മുതലുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ധൃതിപ്പെടുകയും ചെയ്ത്, അങ്ങനെയാണ് പിന്നീട് അന്ന് മുസ്ലിം അല്ലാതിരുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ തക്കം നോക്കി ഈ മലയിലൂടെ കയറി രണ്ടാമതും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. അപ്പോ അനസ് ഇബ്നു നളിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനോട് പറയുകയാണ് അദ്ദേഹം, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു മിമ്മാ സനഅ ഹൗലാഇ, എന്റെ ആൾക്കാർ ചെയ്ത ഈ അബദ്ധത്തിന് പടച്ചവനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അബ്റഉ ഇലൈക മിമ്മാ സനഅ ഹൗലാഇ, ഈ ആളുകൾ, സത്യനിഷേധികൾ, മുശ്രിക്കുകൾ ചെയ്ത ഈ കാര്യത്തിൽ നിന്ന് ഞാൻ മുക്തനാണ്, എനിക്കതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ആക്രമിച്ച, സഹാബത്തിനെ വധിച്ച, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളെ കൊന്ന ഈ കിങ്കരന്മാർ, ഈ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് യാതൊരുവിധ പ്രവർത്തനവുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഞാനതിൽ നിന്ന് മുക്തനാണ് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാളുമായി മുന്നോട്ട് പോയി. വഴിയിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ സഅദ്, അൽ ജന്ന അൽ ജന്ന, സ്വർഗം, സ്വർഗമേ സ്വർഗം, ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ ദൂനി ഉഹുദ്, ഞാൻ ഈ ഉഹുദിന്റെ രണാങ്കണത്തിൽ സ്വർഗത്തിന്റെ പരിമളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വരുന്ന വാസന സ്വർഗത്തിന്റെ വാസനയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇതും പറഞ്ഞു മുന്നോട്ട് പോയി.
അങ്ങനെ അദ്ദേഹം എല്ലാവരും പരാജയപ്പെട്ട് തളർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന സേവനങ്ങൾ അദ്ദേഹം ചെയ്തു. അള്ളാഹുവിനോടുള്ള കരാറ് അദ്ദേഹം പാലിക്കുകയായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ എളാപ്പയാണ് അനസ് ബിൻ നദീർ. അനസ് ബിൻ മാലിക്കാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നു. വെട്ടും കുത്തും അമ്പും ആയിട്ട് 3 തരത്തിലുള്ള കുറെ വാളുകൊണ്ടുള്ള വെട്ടുകൾ, അതുപോലെ തന്നെ കുന്തം കൊണ്ടുള്ള കുത്തുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരെ വന്ന അമ്പുകൾ. കാരണം എല്ലാവരും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഒരിക്കലും ഇനി ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അദ്ദേഹം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മരണമാണ്. പക്ഷേ ഇന്നീല അജിദു റീഹൽ ജന്നത്തി മിൻ ദൂനി ഉഹുദ്, ഉഹുദിന്റെ രണാങ്കണത്തിൽ ഞാൻ സ്വർഗത്തിന്റെ മണം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി. അങ്ങനെ രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് അനസ് ബിൻ നദറിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിരൽ തുമ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു ഭാഗമുണ്ടായിരുന്നത്. അങ്ങനെ ഈ നഖം കണ്ടിട്ടാണ് സഹോദരി ഇതെന്റെ സഹോദരൻ അനസ് ബിൻ നദറാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അത്രയധികം അദ്ദേഹത്തിന്റെ ശരീരം സത്യനിഷേധികൾ വികൃതമാക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ സംഭവത്തെപ്പറ്റി ഖുർആൻ പറയുന്നത് സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാർ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അള്ളാഹുവിനോട് ചെയ്ത കരാർ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അനസ് ബിൻ നദർ വന്ന് ഷഹാദത്ത് ചെല്ലുമ്പോ, ഞാൻ ഉഹുദിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കാമെന്നും ഞാൻ രക്തസാക്ഷിയാകാമെന്നും 80-ൽ ചില്ലാനം മുറിവുകൾ ഉണ്ടാകുന്ന വിധത്തിൽ ശരീരം വികൃതമാകുന്ന വിധത്തിൽ ഞാൻ മരിച്ചുകൊള്ളാമെന്നും ഉള്ള ഒരു വർത്തമാനവും അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വർത്തമാനവും പ്രത്യേകിച്ച് അനസ് ബിൻ നദർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അനസ് ബിൻ നദർ മനസ്സിലാക്കുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അള്ളാഹുമായിട്ടുള്ള കരാറാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ കരാറിന്റെ ഭാഗമാണ് ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ പോരാടി രക്തസാക്ഷ്യം വരിക്കുക എന്നത് ആ കരാറിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാർ അവർ പൂർത്തീകരിച്ചു എന്നാണ്. ഇതിനു മുമ്പ് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു തന്നെ മുനാഫിഖുകളെ പറ്റി പറയുന്നുണ്ട്. വലഖദ് കാനു ആഹദുല്ലാഹ മിൻ ഖബൽ ലാ യുവല്ലൂനൽ അദ്ബാർ, മുനാഫിഖുകൾ അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു എന്ത്, ലാ യുവല്ലൂനൽ അദ്ബാർ, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ പിന്നാക്കം പോവുകയില്ല എന്ന്. പക്ഷെ മുനാഫിഖുകൾ പിന്നാക്കം പോയി. വകാന അഹദുല്ലാഹി മസ്ഊല, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, ഉത്തരം പറയേണ്ടി വരും. മുനാഫിക്കുകൾ യുദ്ധം ആരംഭിച്ചപ്പോ മുനാഫിക്കുകളുടെ മുനാഫിക്കുകൾ പറഞ്ഞത്, വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും അവന്റെ റസൂലും ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ്. യുദ്ധം തുടങ്ങി. ആകപ്പാടെ മുശ്രിക്കുകളും എല്ലാവരും ജൂതന്മാരും സകല ആളുകളും മുഅ്മിനീങ്ങൾക്കെതിരെ വളഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇനി രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ മുനാഫിക്കുകൾ പിൻവാങ്ങാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളോട് അള്ളാഹുവും റസൂലും വാഗ്ദാനം ചെയ്തത് വെറും വഞ്ചനയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇർജിയോ, നിങ്ങൾ മടങ്ങിപ്പോവുക, ഈ യുദ്ധത്തിൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് മുനാഫിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അവരെ പറ്റി അള്ളാഹു പറയുന്നത്, അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു ലാ യുവല്ലൂനൽ അദ്ബാർ, ഒരിക്കലും അവർ പിന്നാക്കം പോവുകയില്ല എന്ന്. അപ്പൊ മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മുനാഫിക്കുകള് വാക്കുകൊണ്ട് തന്നെ കരാർ ചെയ്തിരുന്നു, ഒരിക്കലും ഞങ്ങൾ പിന്നാക്കം പോവുകയില്ല യുദ്ധം ചെയ്താൽ, പക്ഷെ അവർ പിന്നാക്കം പോയി. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർ വാക്കുകൊണ്ട് നാവുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കരാറിലും ഏർപ്പെടുന്നില്ല. പക്ഷെ അവരുടെ കരാർ എന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്ന കരാറാണ്. ഏറ്റവും വലിയ കരാർ അതാണ്. ആ കരാറിന്റെ ഭാഗമായിട്ടാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഇത്രയധികം ത്യാഗം സഹിച്ചുകൊണ്ട് ശരീരത്തിൽ 80-ൽ ചില്ലാനം മുറിവുകളുമായിട്ട്
മയ്യത്ത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമാക്കപ്പെട്ടുകൊണ്ട് യുദ്ധം പരാജയപ്പെട്ട ഒരവസരത്തിൽ ഇന്നി ലഅജിദു റീഹൽ ജന്നത്തി മിൻ ദൂനി ഉഹുദ്, ഉഹുദിൽ ഞാൻ സ്വർഗത്തിന്റെ മണം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായിത്തീരുന്നത്. ഈ രക്തസാക്ഷിയാകുന്ന പ്രക്രിയയെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരിച്ചിരിക്കുന്ന ആൾ എന്നാണ്. വമിൻഹും മൻ യന്തദിർ, ഉഹുദ് നടക്കുമ്പോഴാണിത്. വമിൻഹും മൻ യന്തദിർ, ഇനിയുമുണ്ട് ആളുകൾ, അവർ കാത്തിരിക്കുകയാണ്. അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. വമാ ബദ്ദലു തബ്ദീല, ഒരു മാറ്റവും അള്ളാഹുമായിട്ടുള്ള കരാറിൽ അവർ വരുത്തിയിട്ടില്ല. അവസരം കാത്ത് പാർത്തു കഴിയുകയാണ് അവർ അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരിക്കാൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ലിയജ്സി അല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം, അവരാണ് സത്യസന്ധന്മാർ. കരാർ പൂർത്തീകരിക്കുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സഹോദരന്മാരെ, അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹു ചൊല്ലിയ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്. അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ച അതേ വിശ്വാസം കൈക്കൊണ്ടിട്ടുള്ളവരാണ്. അതേ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിട്ടുള്ളവരാണ്. അള്ളാഹുമായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അള്ളാഹുമായിട്ടുള്ള കരാറിനെ എങ്ങനെയാണ് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അനസ് ബിൻ നദീർ പൂർത്തീകരിച്ചത് ഈ വിധത്തിലാണ്. ഇത്ര വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ്. നമ്മൾ എന്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അള്ളാഹുമായിട്ടുള്ള കരാറിനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും കരാറിലാണ്. ഈമാൻ സ്വീകരിച്ചതോടുകൂടി നമ്മൾ അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. വിവാഹം കഴിക്കുന്നതോടുകൂടി ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഉണ്ടിട്ടുണ്ട് എങ്കിൽ എന്റെ ഭാര്യയും ഉണ്ണും എന്ന ഒരു കരാറാണ് വിവാഹമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന കരാർ അള്ളാഹു ചോദിച്ചത് മുഴുവനും അവന് കൊടുക്കും എന്നുള്ള കരാറാണ്. അത് നാവ് കൊണ്ടുള്ള കേവലമായ വർത്തമാനമല്ല, അല്ല, മനസ്സുകൊണ്ടുള്ള കേവലമായ പൂതികളല്ല, പകരം കർമ്മങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്, ത്യാഗങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാർ, സഹാബികളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് അഖബ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ആളുകൾ. മക്കയിൽ റസൂൽ ഇങ്ങനെ എല്ലാ ഹജ്ജിന്റെ സമയത്തും ഇറങ്ങി നടക്കും, ആരെങ്കിലും ഇസ്ലാമിലേക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട്. ആരോരും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണ് ഒരു ഹജ്ജ് വേളയിൽ മിനയിൽ വെച്ച് മദീനയിൽ നിന്ന് വന്ന കുറച്ച് ആളുകളെ കണ്ടുമുട്ടുന്നത്. അപ്പൊ റസൂൽ അവരോട് ചോദിച്ചു, കുറച്ചു നേരം ഇരിക്കുവോ, നമുക്ക് കുറച്ച് വർത്തമാനം പറയാം. അപ്പൊ അവർ ഇരുന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്നു കൊടുത്തപ്പോ റസൂൽ അവരോട് സംസാരിച്ചു ഇസ്ലാമിനെ പറ്റി. ഇത് കേട്ടപ്പോൾ അവർക്ക് ആകർഷകമായി തോന്നി. അപ്പൊ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്വീകരിച്ചാൽ എന്ത് കിട്ടും? റസൂൽ പറഞ്ഞു, അൽ ജന്ന, സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇത് സ്വീകരിച്ചു. അടുത്ത വർഷം തിരിച്ചുപോയി അവർ അടുത്ത തവണ ഹജ്ജിന് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ആളുകളെയുമായിട്ട് വന്നു. അങ്ങനെ അവരും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബി അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അതാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു, മദീനയിലേക്ക് റസൂൽ ചെന്നാൽ റസൂലിനെയും ഇസ്ലാമിനെയും തങ്ങൾ സംരക്ഷിക്കും എന്നത് ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. ഈ ഉടമ്പടി പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അൻസാർ, മദീനയിലുള്ള ഈ അൻസാരികൾ ആരും ഈ കരാറ് പിന്നെ ഒരിക്കലും ലംഘിക്കുകയുണ്ടായില്ല. എല്ലാ സന്ദർഭത്തിലും അവർ ആ കരാറിനെ മുറുകെ പിടിച്ചു. പിന്നീട് ബദർ വന്നപ്പോ അൻസാരികളെ വിളിച്ചുകൂട്ടി റസൂൽ, എന്താണ് നിങ്ങളുടെ നിലപാട്? മദീനയിൽ എന്നെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മദീനയുടെ പുറത്തു പോവുകയാണ്, ബദറിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, റസൂലെ, ഞങ്ങള് അവിടെ ഉണ്ടാകും അങ്ങയുടെ കൂടെ. എന്താണ് പറയുന്നത് അങ്ങ്? അത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അവർ കരാറിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറുകൾ പാലിച്ചു, വർത്തമാനങ്ങൾ പാലിച്ചു. അവർ എല്ലാ സന്ദർഭങ്ങളിലും ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ചിരുന്നത് ഈ അൻസാറുകളായിരുന്നു. മുഹാജിറുകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ സ്നേഹിച്ചു. അൻസാറുകൾ ഒരിക്കലും അന്ന് അഖബ ഉടമ്പടിയിൽ ഒപ്പുവെച്ചപ്പോൾ മദീനയിൽ ഞങ്ങൾ ഇസ്ലാമിനെ സംരക്ഷിച്ചുകൊള്ളും, റസൂലിനെ സംരക്ഷിക്കാമെന്ന അവരുടെ ഉടമ്പടിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവസാനം വരെ അവർ ആ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. ഏത് സന്ദർഭങ്ങളിലും ഒറ്റപ്പെടുമ്പോൾ റസൂലെ വിളിച്ചിരുന്നത് യാ മഅശറൽ അൻസാർ, അൻസാരികളെ എന്നായിരുന്നു.
ഉടനെ അൻസാരികൾ മറുപടി പറയും, ലബ്ബൈക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളിതാ ഹാജരുണ്ട്, എന്താണ് വേണ്ടത്? യുദ്ധസന്ദർഭങ്ങളിൽ റസൂലുള്ള ഒറ്റപ്പെടുമ്പോ റസൂല് യാ മാശറൽ അൻസാർ, അൻസാരികളെ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അൻസാരികൾ ഉടനെ തന്നെ ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഹാജരുണ്ട്, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയായിരുന്നു അവർ. അങ്ങനെയായിരുന്നു അൻസാരികൾ. അൻസാരികളെ ഈ വിധത്തിൽ റസൂലിന്റെ കൂടെ തന്നെ നിൽക്കുവാൻ പ്രേരിപ്പിച്ചത് അഖബയിൽ അവർ റസൂലുമായിട്ട് ഒരു പ്രത്യേകമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതുകൂടിയായിരുന്നു. റസൂലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ ഈ അൻസാരികൾ ആണ് നബിയുടെ കൂടെ നിന്നത്. അവരെയാണ് റസൂൽ അവലംബിച്ചത്. ബാക്കിയുള്ള കുറെ ആളുകൾ പുതുമുസ്ലിങ്ങളായിരുന്നു. അവരെയല്ല റസൂൽ എപ്പോഴും കൂടെ നിർത്തിയത് അൻസാരികളെയായിരുന്നു. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധമുതല് കണ്ടമാനം യുദ്ധമുതലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുതൽ മുഴുവനും വീതിച്ചു. ഇത് മുഴുവനും കൊടുത്തത് മക്കയിലുള്ള ആളുകൾക്കായിരുന്നു, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കായിരുന്നു. അപ്പൊ അൻസാരികൾക്കിടയിൽ ചില ആളുകൾക്ക് ഒരു മുറുമുറുപ്പുണ്ടായി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്, നമ്മളാണ് യുദ്ധം ചെയ്യുന്നത്, നമ്മളാണ് റസൂലിനെ കാക്കുന്നത്. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധമുതൽ കിട്ടുമ്പോ റസൂലുള്ള അത് കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണല്ലോ, എന്താണ് ഇങ്ങനെ എന്ന് ചില ആളുകൾ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ വിളിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാ മാശറൽ അൻസാർ, അൻസാരികളെ, അമാ തർലൗന അൻ യദ്ഹബൻ നാസു ബിദ്ദുനിയ വതദ്ഹബു ബിമുഹമ്മദ് തഹൂസൂനഹു ഇലാ ബുയൂതികും. അമാ തർലൗന, അൻസാരികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ വേറെയുള്ള ആളുകൾ, വേറെയുള്ള ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് പണവും സമ്പത്തുമായിട്ട് ദുനിയാവുമായിട്ട് പോകുമ്പോ നിങ്ങൾ അൻസാറുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് മുഹമ്മദിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ശരിയാണ്, അവർക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവര് ദുനിയാവും കൊണ്ടുപോയി, അവർ ദുനിയാവും സമ്പത്തും കൊണ്ട് അവര് പോയി. മുഹമ്മദ് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് ആരാണ്? അൻസാറുകളാണ്. അപ്പോ അള്ളാഹിന്റെ റസൂലിനെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണോ അതല്ല ജനങ്ങൾ സമ്പത്തുമായിട്ട് അവരുടെ വീടുകളിലേക്ക് പോകുന്നതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ അൻസാറുകൾ മുഹമ്മദിനെ അവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതല്ലേ നിങ്ങൾക്കിഷ്ടം എന്ന് റസൂൽ ചോദിച്ചപ്പോ ഖാലു ബലാ യാ റസൂലല്ലാഹ്. അപ്പോഴാണ് അവർ ആലോചിച്ചത്, അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് റസൂലിനെ മതി, പണം അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് അൻസാരികൾ ഉടനെ മറുപടി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ സലക്കൻ നാസു വാദിയൻ വസലക്കത്തിൽ അൻസാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസാർ. ജനങ്ങളൊക്കെ ഒരു പ്രദേശത്ത് ഒരു താഴ്വരയിലേക്ക് പ്രവേശിക്കുകയും അൻസാറുകൾ വേറെ ഒരു താഴ്വരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ ലസലക്തു ശഅബൽ അൻസാർ, അൻസാറുകൾ എവിടെയാണോ പോയത് ഞാൻ അവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചു. ജനങ്ങൾക്ക് അവർക്ക് ദുനിയാവുമായിട്ട് പോകാം, അവർക്ക് റസൂൽ കൊടുക്കുന്നുണ്ട്, സമ്പത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അൻസാറ് ജനങ്ങൾ മുഴുവനും ഒരു പ്രദേശത്തും അൻസാറുകൾ വേറെ ഒരു പ്രദേശത്തും പ്രവേശിക്കുമ്പോ അൻസാർ എവിടെയാണോ പ്രവേശിച്ചത് ഞാൻ അവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ മുഹാജിർ അല്ലായിരുന്നുവെങ്കിൽ, മക്കക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരി ആകുവാനാണ് ഇഷ്ടപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അൻസാറുകൾ കാണിച്ച വഫാഇന്റെ, അവർ ചെയ്ത കരാർ പൂർത്തീകരണത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന പാരിതോഷികമായിരുന്നു. റസൂലിനെ അൻസാറുകൾക്ക് കൊടുത്തു. ഈ കരാറുകൾ പാലിക്കുന്നവരായിരുന്നു അൻസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഏറ്റെടുത്തു. അത് ഈമാനിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കരാറിന്റെ പൂർത്തീകരണമാണ് എന്നതോടൊപ്പം അഖബയിൽ അവർ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുടെ പൂർത്തീകരണം കൂടിയായിരുന്നു. അപ്പൊ നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാനിലൂടെ ഉണ്ടാകുന്ന കരാറുകൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി മുസ്ലിം ഉമ്മത്ത് മറ്റൊരു ഉമ്മത്തിനോട് ചെയ്ത കരാറുകൾ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് പൂർത്തീകരിച്ചത് എന്നും നമുക്ക് സലഫ് സാലിഹുകളുടെ മാതൃകയിലുണ്ട്. സഹാബികൾ തന്നെ ഷാമിലെ ഹംസ് എന്ന് പറയുന്ന പ്രദേശം അവരെ കീഴടക്കി മുസ്ലിങ്ങൾ. അങ്ങനെ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഏതൊരു പ്രദേശത്തേക്ക് ഇസ്ലാം പ്രവേശിച്ചാലും
അവിടെയുള്ള അന്യമതസ്ഥരായ ആളുകൾക്ക് ഒന്നുകിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാം, അവർക്ക് അവരെ ബലാത്കാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നില്ല, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഒന്നുകിൽ അവർക്ക് ഇസ്ലാമിലേക്ക് വരാം, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് നികുതി കൊടുത്തുകൊണ്ട് രാഷ്ട്രത്തിലെ പൗരന്മാരായിട്ട് കഴിയാം. നികുതി ജിസിയ അവരിൽ നിന്ന് വാങ്ങുന്നത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്. അവരൊരിക്കലും മുസ്ലിങ്ങളുടെ കൂടെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ബാധ്യത അവർക്കില്ല. അതേസമയം അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇസ്ലാമിക രാഷ്ട്രത്തിനുണ്ട്. ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് അവരിൽ നിന്ന് ജിസിയ വാങ്ങുന്നത്. ഈ ജിസിയ വാങ്ങുന്നതിനെ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ജിസിയ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരിൽ നിന്ന് വാങ്ങുന്ന ഒരു നികുതി മാത്രമാണ്, അതല്ലാതെ രണ്ടു തരം പൗരന്മാർ ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ റോമക്കാരുടെ ഭീഷണി വന്നു. റോമക്കാരുടെ ഭീഷണി വന്നപ്പോ മുസ്ലിം സൈന്യത്തിന് തോന്നി ഇവിടെ ഈ ഭീഷണിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഹംസ് പട്ടണം ഒഴിവാക്കേണ്ടി വരും മറ്റുള്ള പട്ടണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ അവർ ക്രിസ്ത്യാനികളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നൽകിയ ജിസിയ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു, ജിസിയ ഞങ്ങൾ തിരിച്ചു തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മര്യാദ കണ്ട് ക്രിസ്ത്യാനികൾ അത്ഭുതപ്പെട്ടു. യഥാർത്ഥത്തിൽ ജിസിയ തിരിച്ചു തരികയില്ല എന്ന് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പട്ടാളം വന്ന് യുദ്ധം നടത്തി യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ മുസ്ലിങ്ങളുടെ കൂടെ ക്രിസ്ത്യാനികളും പരാജയപ്പെടും, മുസ്ലിങ്ങളുടെ കൂടെ ക്രിസ്ത്യാനികളും കൊല്ലപ്പെടും. പക്ഷെ എന്തിനാണ് ഞങ്ങൾ നൽകിയ പണം തിരിച്ചു തരുന്നത് എന്ന് ക്രിസ്ത്യാനികൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു. അപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ജിസിയ വാങ്ങുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുമ്പോ പിന്നെ നിങ്ങളുടെ ജിസിയ വാങ്ങാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞവർ ജിസിയ തിരിച്ചു കൊടുത്തു. ഇതോടുകൂടി ചരിത്രം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ഇസ്ലാമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ക്രിസ്ത്യാനികളായി നിൽക്കുന്നത്, എന്തിനാണ് പിന്നെ ജിസിയ കൊടുക്കുന്നത്? അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഞങ്ങൾ ഇനി നിങ്ങളോടൊപ്പം, നേരത്തെ ജിസിയ വാങ്ങുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുവാൻ യുദ്ധം ചെയ്യേണ്ട, പ്രതിരോധത്തിൽ പങ്കെടുക്കേണ്ട ഒരു ബാധ്യതയും ക്രിസ്ത്യാനികൾക്കില്ല. റോമൻ പട്ടാളം വന്നാൽ അവർ നിഷ്ക്രിയരായി നിൽക്കും, മുസ്ലിം പട്ടാളം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം. പക്ഷേ ഈ സംഭവം നടന്നതോടുകൂടി ജിസിയ തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഇനി നമുക്ക് രണ്ടു കൂട്ടർക്കും ഒറ്റയ്ക്ക് ഒന്നിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊരുതുകയും ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അവർ ഉറച്ചു നിന്നു. റോമക്കാരുടെ ഭീഷണി അവർക്ക് ഒന്നിച്ചു നിന്ന് നേരിടാൻ പറ്റി. അപ്പൊ ജിസിയ വാങ്ങുക എന്ന് പറയുന്ന എന്നത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമുദായം മറ്റൊരു സമുദായത്തോടുള്ള ഒരു ഉടമ്പടിയായി കാണുകയും ആ ഉടമ്പടിയെ പാലിക്കുവാൻ അവർ എത്രമാത്രം കൃത്യനിഷ്ഠ പുലർത്തുകയും ചെയ്തു എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഡീസന്റായ ഒരു സമുദായമാണ് നമ്മുടെ സമുദായം, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അന്യമതസ്ഥരോട് ഒരു സമുദായം എന്ന നിലയ്ക്ക് അവർ പുലർത്തുന്ന കരാറുകളുടെ കാര്യത്തിലുള്ള സൂക്ഷ്മത ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വ്യക്തി എന്ന അർത്ഥത്തിലും അവർ അങ്ങനെ തന്നെയായിരുന്നു. റസൂലുള്ളാഹി തന്നെയാണ് ഏറ്റവും വലിയ മാതൃക. മുശ്രിക്കുകളെ നശിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ച് നടക്കുമ്പോ അപ്പൊ പോലും റസൂൽ എന്താണ് ചെയ്യുന്നത്? അവസാനം റസൂലിന്റെ വീട് വളഞ്ഞ് റസൂലിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പോലും അലി ഇബ്നു അബീ താലിബിനെ വിരിപ്പിൽ കടത്തി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് റസൂൽ ചെയ്യുന്ന എന്താണ്? ഈ കൊല്ലാൻ വന്ന ആളുകളുടെ അമാനത്ത് റസൂലിന്റെ കയ്യിലുണ്ട്. അവരുടെ സ്വത്തും മുതലും പല കാര്യങ്ങളും റസൂലിനെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത്. റസൂൽ വിശ്വസ്തനായിരുന്നു ആണ് എന്നവർക്കറിയാം. അപ്പോ ഒരു വകയിൽ ഒരു ഭാഗത്ത് റസൂലിനെ കൊല്ലാൻ നടക്കുന്ന ആളുകൾ തന്നെ അതേ റസൂലിനെയാണ് പണം കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്, സൂക്ഷിക്കാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ റസൂൽ അതൊരു ഉടമ്പടിയാണ്, അവരുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അത് അവർ തന്നെ കൊല്ലാമെന്നോ എന്നതോ മുശ്രിക്കാണ് എന്നതോ ഒന്നും പരിഗണിക്കാതെ ആ സന്ദർഭത്തിൽ പോലും അലി ഇബ്നു അബീ താലിബിനെ വിരിപ്പിൽ പിടിച്ച് കടത്തുമ്പോ വെറും കടത്തി രക്ഷപ്പെടുകയല്ല റസൂൽ ചെയ്യുന്നത്. ഈ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഇന്നാലിന്റെ ആളുകൾ ഇന്നാലിന്റെ പണവും സാമഗ്രികളും ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നീ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അത് അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് റസൂല് പിന്നെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അപ്പോ ഒരു മുസ്ലിം മറ്റൊരു ആളുമായി, ഒരു അമുസ്ലിമുമായി ശത്രുവാണെങ്കിൽ പോലും ഏർപ്പെട്ട ഒരു ഉടമ്പടിയെ പാലിക്കുവാൻ എത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നു എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയായിരുന്നു സഹാബത്ത് മുഴുവനും. അവർ
തമ്മിലുള്ള കരാറുകളെ മാത്രമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള കരാറുകളെ, രാഷ്ട്രങ്ങളുമായിട്ടുള്ള കരാറുകളെ ഒക്കെ ഈ വിധത്തിൽ അക്ഷരം പ്രതിപാലിച്ചു. ഹുദൈബിയ സന്ധി ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താണ്? മുശ്രിക്കായ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വന്നാൽ അയാളെ തിരിച്ചു പറഞ്ഞേക്കണം എന്നായിരുന്നു കരാർ. അതേസമയം മുസ്ലിമായ ഒരാൾ മുശ്രിക്കാവുകയാണ് എങ്കിൽ അയാൾ തിരിച്ചു പറഞ്ഞേക്കുകയില്ല. അപ്പൊ ഇതാണ് കരാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു, പക്ഷെ കരാറിൽ ഇത് എഴുതിയിട്ടുള്ളത് കൊണ്ട് റസൂൽ പറഞ്ഞു നിങ്ങളെ സ്വീകരിക്കാൻ ഒരു നിർവാഹവുമില്ല, തിരിച്ചു പോകണം. അങ്ങനെ അയാളെ മടക്കി അയച്ചു. കാരണം കരാർ അതാണ്. ഇപ്പൊ റസൂൽ ഈ ഹുദൈബിയ സന്ധി പാലിച്ചു, അതേസമയം മുശ്രിക്കുകൾ ഈ ഹുദൈബിയ സന്ധി ലംഘിച്ചു. ഹുദൈബിയ സന്ധി ലംഘിച്ചതാണ് പിന്നെ മക്ക വിജയത്തിന് കാരണമാവുകയും റസൂലും ഇസ്ലാമിക സമൂഹവും മക്കയിലേക്ക് മാർച്ച് ചെയ്ത് ഇസ്ലാമിക സാമ്രാജ്യത്തെ വികസിപ്പിക്കുവാൻ അതൊരു കാരണമായി തീരുകയും ചെയ്തത്. അപ്പോ ഉടമ്പടികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ഉടമ്പടികൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുള്ള ഉടമ്പടികൾ, നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള ഉടമ്പടികൾ, സർവോപരി അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഉടമ്പടികൾ. സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും ഉടമ്പടികളാണ്, കരാറുകളാണ്. എഴുതി വെക്കാത്തതായ കരാറുകളാണ് കുറെ കരാറുകൾ. ഈമാൻ സ്വീകരിക്കുന്നതോടുകൂടി അള്ളാഹുവിനോട് ചെയ്യുന്ന പല കരാറുകളുമുണ്ട്. ആ കരാറുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. റസൂലിനോട് ചെയ്യുന്ന കരാറുകളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടുകൂടി റസൂലിനോട് ചെയ്യുന്ന കരാറുകളുണ്ട്. ആ കരാറുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു സമുദായം എന്ന അർത്ഥത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷം എന്ന അർത്ഥത്തിൽ ഈ സമുദായം വാക്കാലല്ലെങ്കിലും അർത്ഥത്തിൽ ഏർപ്പെടുന്ന കുറെ കരാറുകളുണ്ട്. മറ്റ് സമുദായങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട കുറെ കരാറുകളുണ്ട്. ആ കരാറുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വ്യക്തികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കരാറുകൾ ഉണ്ട്, അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഭാര്യമാരോട് നമുക്ക് കരാറുകളുണ്ട്, നമ്മുടെ മക്കളോട് നമുക്ക് കരാറുകളുണ്ട്, മാതാപിതാക്കളോട് കരാറുകളുണ്ട്, അയൽവാസികളോട് കരാറുകളുണ്ട്. ഈ കരാറുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകളെ പാലിക്കുക സത്യവിശ്വാസികളെ. ലാ ദീന ലിമൻ ലാ അഹദ ലഹു, കരാറില്ലാത്തവന് ദീനില്ല. വൗഫൂ ബിഅഹദി ഊഫി ബിഅഹദികും, നിങ്ങൾ എന്നോടുള്ള കരാർ പാലിക്കുക എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നൽകാം എന്ന കരാർ ഞാനും പാലിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവന്റെ ദീനിനെ യഥാവിധം മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.